കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി കഫേ വരെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വഴിക്ക് പോയതല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് കളർ പ്രിന്റ് ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. എങ്ങനെയാ ഇതുപോലെ കളർ പ്രിന്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ഇട്ട കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുത്തതല്ലേ, പുതിയ ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഗ്രിഡ് പാറ്റേൺ തുടങ്ങാം. ഫസ്റ്റ് തന്നെ പിൻട്രസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഗ്രിഡ് വാൾപേപ്പർ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് കുറേ ഇതേപോലത്തെ വാൾപേപ്പേഴ്സ് കിട്ടും. ഈ കാണുന്ന ഒരു ബ്ലൂ കളർ വാൾപേപ്പറും പിന്നെ ഈ പിങ്ക് കളർ വാൾപേപ്പറുമാണ് ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പ്ലെയിൻ ഗ്രിഡ് മാത്രമല്ല, ഇതേപോലെ കുറെ ഡിസൈൻസ് വരുന്ന സാധനവും നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. നോക്കി നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ എടുക്കാം. താഴെയുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് അത് സേവ് ആവും. ഈ കാണുന്ന ഗ്രിഡ് വാൾപേപ്പർ ഒക്കെ അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഗ്രിഡ്സ് ആണല്ലോ. അപ്പൊ നമ്മൾ ഒറ്റൊരു ഷീറ്റിൽ പ്രിന്റ് എടുത്ത് കഴിയുമ്പോൾ ഇത്രയും വലുതായിട്ടായിരിക്കും കിട്ടുക. ഇനിയിപ്പോൾ ചെറിയ ഗ്രിഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വാൾപേപ്പേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുക. അതായത് ചെറിയ ഗ്രിഡ് ഉള്ള വാൾപേപ്പർ. രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് കണ്ടില്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഒറ്റൊരു പേപ്പറിൽ ഫുൾ ആയിട്ട് പ്രിന്റ് വേണ്ട, ഒരു പേപ്പറിൽ തന്നെ 2 കളറിലുള്ള പ്രിന്റും വേണമെന്ന് പറഞ്ഞാൽ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക, A4 എന്ന് പറഞ്ഞിട്ട് ടെംപ്ലേറ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ വരുന്ന ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ A4 സൈസിലുള്ള ഒരു ക്യാൻവാസ് വരും. താഴെയുള്ള അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഏത് ഫയലാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എക്സാമ്പിളിന് ഈ 2 ഗ്രിഡ് പാറ്റേൺ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു A4 സൈസിൽ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇതുപോലെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഫുൾ A4 ഷീറ്റിന്റെ ഏകദേശം ഈ ഒരു വലുപ്പത്തിനനുസരിച്ചായിരിക്കും നമുക്ക് പ്രിന്റ് വരിക. ആവശ്യമുള്ള പോലെ വെച്ചതിന് ശേഷം മുകളിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക. അതിൽ PDF സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഡൗൺലോഡ് ആയി കിട്ടും. ഇതേപോലെ ഇഷ്ടമുള്ള സാധനമൊക്കെ സെറ്റ് ആക്കുക. ഇനിയിപ്പോൾ ക്യാൻവ ആപ്പ് യൂസ് ചെയ്യാൻ അറിയില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് മാത്രം ചെയ്തിട്ട് കഫേക്കാരോട് ഇതുപോലെ വേണമെന്ന് പറഞ്ഞാൽ അവരെന്നെ ചെയ്തു തന്നോളൂ. ജേർണലിങ്ങോ ക്രാഫ്റ്റിനോ ഒക്കെയാണ് പ്രിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A4 ഷീറ്റിൽ തന്നെ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഫോട്ടോ ഒക്കെയാണ് പ്രിന്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലോസി പേപ്പറിൽ പ്രിന്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ മതി. അതായത് നമ്മൾ ഈ സ്റ്റുഡിയോ എന്നൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പേപ്പർ ഇല്ലേ, അതുപോലത്തെ പേപ്പർ. എനിക്ക് പ്രിന്റ് എടുക്കാനായിട്ട് ഒരു A4 ഷീറ്റിന് 20 റുപ്പീസ് ആയിരുന്നു, ഗ്ലോസി പേപ്പറിന് 40 റുപ്പീസും. ഓരോ കഫേക്ക് അനുസരിച്ച് പ്രൈസ് മാറും. ഇനിയിപ്പോൾ പാറ്റേൺ പേപ്പർ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോൾ പോയി കുറച്ച് പ്രിന്റ് എടുത്താൽ മതി. പിന്നെ ലൈക്ക് മറക്കണ്ട.